നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇവിടെ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിനൊന്നും കിട്ടിയില്ല, എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കരച്ചിലുകൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനൊപ്പം തന്നെ കേന്ദ്രം നൽകുന്ന സാധനങ്ങൾ നമ്മളിവിടെ തട്ടിത്തെറിപ്പിക്കുന്നതും ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ഒരു വാർത്ത. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിക്കുന്നുവെന്ന് നിരന്തരം പരാതിപ്പെടുന്ന സംസ്ഥാന സർക്കാർ കൈവിട്ട് കളയുന്നത് കൊല്ലത്തിന് ലഭിക്കേണ്ടിയിരുന്ന 600 കോടിയുടെ മെഡിക്കൽ കോളേജ് പദ്ധതിയായിരുന്നു. രാഷ്ട്രീയമായി NK പ്രേമചന്ദ്രൻ MP-ക്ക് ഇതിൻ്റെ നേട്ടം ലഭിക്കുമെന്ന ഭയവും കൊല്ലത്തെ CPM നിയന്ത്രണത്തിലുള്ള ആശുപത്രിയുടെ ബിസിനസ് താൽപ്പര്യവുമാണ് പദ്ധതി അട്ടിമറിക്കാൻ കാരണമെന്ന ആരോപണം ശക്തമാകുന്നു. ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ച NK പ്രേമചന്ദ്രനോടുള്ള രാഷ്ട്രീയ പകപോക്കൽ ഇപ്പോഴും ഫയലുകളിൽ തുടരുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അന്ന് ഒരു തവണ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ അന്ന് പാർട്ടിക്ക് അകത്തും പുറത്തുമൊക്കെ തന്നെ ഉയർന്നത്. അതിനന്ന് NK പ്രേമചന്ദ്രൻ മാന്യമായിട്ടുള്ള മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും അത് ചർച്ചകളിൽ വരികയാണ്. എയിംസ് കേരളത്തിന് അനുവദിച്ചില്ലെന്ന് പറയുന്നവരാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചതോടെയാണ് കൊല്ലം ആശ്രാമത്തെ ESI ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്താനുള്ള സാധ്യത അടഞ്ഞിരിക്കുന്നത്. 2026-27 അധ്യയന വർഷത്തിൽ ക്ലാസുകൾ ആരംഭിക്കാനായി രാജ്യത്തുടനീളം 10 പുതിയ ESI മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാനായിരുന്നു ESI കോർപ്പറേഷന്റെ പദ്ധതി. എന്നാൽ കേരളത്തിൽ നിർണായകമായ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതോടെ കൊല്ലം ESI ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തുന്ന പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതെ സർക്കാർ മുഖം തിരിച്ചതോടെയാണ് 2026-27 അധ്യയന വർഷത്തിൽ ക്ലാസ് തുടങ്ങാനിരുന്ന 10 മെഡിക്കൽ കോളേജുകളുടെ ദേശീയ പട്ടികയിൽ നിന്ന് കേരളം പുറത്തായത്. അല്ലെങ്കിൽ കേരളത്തെ മനഃപൂർവ്വം കേരളം തന്നെ പുറത്താക്കിപ്പിച്ചത്. 600 കോടി രൂപയുടെ നിക്ഷേപവും 50 MBBS സീറ്റുകളുമാണ് ഇതോടെ കൊല്ലത്തിന് നഷ്ടമാകുന്നത്. ഫെബ്രുവരി 3 മുമ്പ് മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തിന് അത്യാവശ്യമാണെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ നൽകേണ്ടതായിരുന്നു. എന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ല. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിതമായാൽ രാഷ്ട്രീയമായി NK പ്രേമചന്ദ്രൻ MP-ക്കും BJP-ക്കും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് സർക്കാർ പദ്ധതിയോട് മുഖം തിരിക്കാൻ കാരണമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കൊല്ലം ESI മെഡിക്കൽ കോളേജിലും അനുബന്ധ ആശുപത്രി വികസനത്തിനുമായി ഏകദേശം 600 കോടി രൂപയാണ് ESI കോർപ്പറേഷൻ മുടക്കാൻ തയ്യാറായിരുന്നത്. 50 MBBS സീറ്റുകളാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇതിൽ 20% സീറ്റുകൾ ESIയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ മക്കൾക്കായി സംവരണം ചെയ്യാനും തീരുമാനിച്ചിരുന്നു. നിലവിൽ സംസ്ഥാനത്ത് പാരിപ്പള്ളിയിൽ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. 600 കോടി രൂപയുടെ നിക്ഷേപവും 50 MBBS സീറ്റുകളുമാണ് ഇതോടെ കൊല്ലത്തിന് നഷ്ടമാകുന്നത്. കൊല്ലത്തിന് വലിയ നഷ്ടമാണ് ഈ വേണ്ടെന്ന് വെക്കൽ നൽകുന്നത്. ധനകാര്യമന്ത്രി KN ബാലഗോപാലിൻ്റെ സ്വന്തം ജില്ലയിലാണ് ഈ നഷ്ടം. മറ്റ് 9 സംസ്ഥാനങ്ങളും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയ സാഹചര്യത്തിൽ കേരളം ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP മുഖ്യമന്ത്രിയെയും ആരോഗ്യ തൊഴിൽ മന്ത്രിമാരെയും നേരിൽ കണ്ടതായും അദ്ദേഹം പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഇക്കാര്യം അദ്ദേഹം ചർച്ച ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാമെന്ന മറുപടിയായിരുന്നു എന്നും MP ആരോപിച്ചു. ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലൂടെ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെടുകയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവരുമായി വിഷയത്തിൽ ചർച്ച നടത്തുകയും ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നത് ദുരൂഹമാണെന്നും കൊല്ലത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് സമാനമായ ഫീസ് ഈടാക്കി പ്രവർത്തിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള ഒരു ആശുപത്രിയുടെ വാണിജ്യ താൽപ്പര്യമാണ് ഇതിന് പിന്നിലെന്നുമാണ് NK പ്രേമചന്ദ്രന്റെ ആരോപണം. സംസ്ഥാന സർക്കാർ അനുകൂലിക്കാത്തതിനാൽ കൊല്ലം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനുള്ള സാധ്യത ഇല്ലാതാകുന്നുവെന്നതാണ് വസ്തുത. സംസ്ഥാന സർക്കാർ അനുകൂലിക്കാത്തതിനാൽ കൊല്ലം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനുള്ള സാധ്യത ഇല്ലാതായി.
ഫെബ്രുവരി 3 മുൻപ് സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തിന് അത്യാവശ്യമാണെന്ന സർട്ടിഫിക്കറ്റ് നൽകണം. എന്നാൽ നടപടി ഉണ്ടായില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനം വരുന്നത് രാഷ്ട്രീയമായി NK പ്രേമചന്ദ്രൻ MP ഗുണകരമാകുമെന്ന കണക്ക് കൂട്ടലിലാണ് സർക്കാർ മുഖം തിരിച്ചതെന്നാണ് ആരോപണം. ഇതിനൊപ്പമാണ് പ്രേമചന്ദ്രനോടുള്ള പകയും ചർച്ചയാകുന്നത്. അപേക്ഷ നൽകാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ സമയം നീട്ടി നൽകിയിട്ടും സൗകര്യങ്ങളുടെ കുറവുണ്ടെന്ന മുടന്തൻ ന്യായം ഉയർത്തി ആരോഗ്യമന്ത്രി ഫയൽ വെച്ചു താമസിപ്പിക്കുകയായിരുന്നു. കുറവുകൾ നികത്താമെന്ന് ESI ഡയറക്ടർ ജനറൽ നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും സർക്കാർ മനഃപൂർവ്വം ഫയൽ മടക്കി. കേന്ദ്ര പദ്ധതിയുടെ ക്രെഡിറ്റ് പ്രേമചന്ദ്രന് ലഭിക്കുമെന്ന പേടിയാണ് അട്ടിമറിക്ക് പിന്നിലെ പ്രധാന ഘടകമെന്നാണ് വിവരം. കൂടാതെ കൊല്ലത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് തുല്യമായ ഫീസ് ഈടാക്കി പ്രവർത്തിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള ആശുപത്രിയെ സംരക്ഷിക്കാനാണ് ഈ നീക്കമെന്നും NK പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. മുൻപ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് നഗരത്തിൽ നിന്ന് അകലെയായിരുന്നതിനാൽ അത് CPM ആശുപത്രിയുടെ വരുമാനത്തെ ബാധിച്ചിരുന്നില്ല. എന്നാൽ ആശ്രാമത്ത് മെഡിക്കൽ കോളേജ് വന്നാൽ അത് വലിയ കച്ചവട നഷ്ടമുണ്ടാക്കുമെന്ന് കണ്ടാണ് സർക്കാർ മെഡിക്കൽ കോളേജിന് ചുവപ്പ് നാട കുരുക്കിയതെന്നാണ് ആക്ഷേപം. പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും നേരിട്ട് ബന്ധപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കടുപിടുത്തം തുടർന്നു. മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയ മുഖ്യമന്ത്രി ഒടുവിൽ വികസനത്തെ രാഷ്ട്രീയത്തിന് പണയം വെക്കുകയായിരുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത്. 600 കോടിയുടെ മെഡിക്കൽ കോളേജിനും ആശുപത്രിക്കുമായി ESI മുടക്കാനിരുന്ന തുകയും അതുപോലെ തന്നെ വലിയൊരു വികസനവുമാണ് ഇവിടെ ചവിട്ടി പുറത്താക്കിയത്. ആദ്യ വിജ്ഞാപന പ്രകാരം നാഷണൽ മെഡിക്കൽ കമ്മീഷനിൽ അപേക്ഷ നൽകേണ്ട അവസാന ദിവസം ജനുവരി 28 ആയിരുന്നു. ജനുവരി 9 ESI കോർപ്പറേഷൻ സർക്കാരിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകി. സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ നൽകാമെങ്കിലും സൗകര്യം പരിശോധിക്കാൻ DMEയെ ചുമതലപ്പെടുത്തി. മെഡിക്കൽ കോളേജിന് വേണ്ട സൗകര്യങ്ങളുടെ കുറവുണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. 25 കുറവ് നികത്തി റിപ്പോർട്ട് നൽകണമെന്ന് കാണിച്ച് കത്ത് നൽകി. കോളേജ് പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് കുറവുകളെല്ലാം നികത്താമെന്ന് ജനുവരി 28 രാവിലെ ESI ഡയറക്ടർ ജനറൽ നേരിട്ട് അണ്ടർടേക്കിംഗ് നൽകി. 27 ഫയൽ മന്ത്രിയുടെ അടുത്തെത്തിയെങ്കിലും തീരുമാനം നീണ്ടു. ഇതിനിടെ അപേക്ഷ നൽകേണ്ട തീയതി ഫെബ്രുവരി 3 വരെ നീട്ടി. മന്ത്രി 3-ാം തീയതി വരെ ഫയൽ കൈവശം വെച്ച ശേഷം വൈകിട്ട് സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കോർപ്പറേഷന് ഫയൽ മടക്കി. മറ്റ് 9 സംസ്ഥാനങ്ങളും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയെന്നും കേരളം ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP കാണാവുന്നവരെല്ലാം തന്നെ കണ്ടു. പക്ഷെ അവിടെ ഒന്നും തന്നെ ഫലമുണ്ടായില്ല. എല്ലാവരും അത് ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ചവിട്ടുകയായിരുന്നു. മാത്രമല്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രതിനിധി KV തോമസുമായി ഇക്കാര്യം സംസാരിച്ചു. പക്ഷെ അപ്പോഴും അവിടെയും അത് തടഞ്ഞു. ഏതായാലും കൊല്ലത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് തുല്യമായി ഫീസ് ഈടാക്കി പ്രവർത്തിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള ആശുപത്രിയുടെ കച്ചവട താൽപ്പര്യമാണ് ഇതിന് പിന്നിലെന്നും NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി.